ശരി, നാളെ രാവിലെ വരെ മുത്തശ്ശി ഒന്ന് വെയിറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം. സൂര്യ പറഞ്ഞതുപോലെ ചെയ്യും. നാളെ നേരം വെളുത്തിട്ട് എല്ലാവർക്കും കൂടി ആലോചിച്ച് ഒരു തീരുമാനത്തിലെത്താം. ശരി, നിങ്ങൾ പറഞ്ഞതുപോലെ സമ്മതിക്കും. പക്ഷേ നാളെ ഞാനൊരു കാര്യം പറയുമ്പോ അതനുസരിക്കാൻ അമ്മയും മോനും തയ്യാറാവണം. പറ്റുമോ? എന്ത് കാര്യം അനുസരിക്കേണ്ടത്? കണ്ടോ, ഒരു കാര്യം പറഞ്ഞപ്പോഴേ ചോദ്യം ചെയ്യാൻ തുടങ്ങി. വേണ്ട വേണ്ട, ഞാനേ എന്റെ കൊച്ചിനെയും കൊണ്ട് അങ്ങ് പോവുക. വേണ്ട വേണ്ട, നിങ്ങൾ പറയുന്ന എന്താണെങ്കിലും ഞങ്ങൾ അനുസരിച്ചോളാം. അനുസരിക്കുമോന്നേ ഞാനൊന്ന് നോക്കട്ടെ. അഥവാ അനുസരിച്ചില്ലെങ്കിൽ എന്തു വേണോന്ന് എനിക്കറിയാം. എന്തോ ഒരു ചൂടാ ഇവിടെ. ഏട്ടാ, മുത്തശ്ശിയുടെ ഒരു വാക്ക് പറഞ്ഞ സൂക്ഷിച്ചു പറയണം. എന്തൊക്കെയാ അവര് ചോദിക്കാന്ന് പറയാൻ പറ്റില്ല കേട്ടോ. സാരമില്ല മോളെ, വരുണിന് വേണ്ടിയല്ലേ, ചോദിക്കട്ടെ അവര്. അല്ല, ഇതെങ്ങോട്ട് പോവാ? അതെ, എനിക്ക് ഇവിടെ ഇരുന്നിട്ട് ഒരു സമാധാനവും കിട്ടുന്നില്ല. ഇപ്പൊ തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി കാര്യങ്ങളൊക്കെ അങ്ങ് പറയാം. പിന്നെ എനിക്ക് സമാധാനമായിട്ട് ഉറങ്ങാം. എന്താ ഈ പറയുന്നേ? നേരത്തെ സൂര്യ സംസാരിച്ചതല്ലേ? നാളെ എല്ലാ കാര്യത്തിലും ഒരു തീരുമാനം എടുക്കാന്ന് പറഞ്ഞതല്ലേ? ഓ, അതൊന്നും വേണ്ട. നിങ്ങളൊക്കെ ഒരു തീരുമാനം പറയുമ്പോ നിങ്ങൾക്ക് ഗുണമുള്ള കാര്യമല്ലേ പറയൂ. അല്ലാതെ എനിക്കും എന്റെ കൊച്ചുമോക്കും വേണ്ടി ഒന്നും പറയത്തില്ലല്ലോ. പറയുവോ പത്മിനി? ഇപ്പൊ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് വിവരം പറഞ്ഞ നാളെ ഡോക്ടറോട് സംസാരിച്ചിട്ട് ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്യും. ഇങ്ങനെ കിടക്കുന്ന കിടപ്പിൽ അവൾക്ക് എന്തെങ്കിലും പറ്റിപ്പോയാലും അവളെ ഈ രീതിയിലാക്കി ആളുകളെ ശിക്ഷിക്കുമെന്നേ എനിക്ക് ഉറപ്പ് വേണമല്ലോ. പോവല്ലേ, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. സുകുമാരി അമ്മ ഒന്ന് ഇവിടെ ഇരുന്നേ. വാ വാ വാ, ഇരിക്കും ഇരിക്കും. അമ്മ, മുത്തശ്ശി പോലീസ് സ്റ്റേഷനിൽ പോയ കാര്യങ്ങളൊക്കെ കുഴയും. വരുണ്ണ എന്തായാലും പോലീസ് അറസ്റ്റ് ചെയ്യും. ഞാൻ എന്ത് ചെയ്യാനാ മോളെ? നിങ്ങളെ തമ്മിൽ പിരിക്കാന്ന് എനിക്ക് വാക്ക് കൊടുക്കാൻ പറ്റൂ? അകത്ത് കിടക്കുന്ന പ്രിയങ്കയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാ എന്റെ കൃഷ്ണ, അങ്ങനെയൊന്നും വരുത്തരുതേ. എത്രയും പെട്ടെന്ന് പ്രിയങ്ക കണ്ടു തുറക്കണേ. പ്രിയങ്ക കണ്ണു തുറന്നു. അമ്മ വരൂ, പ്രിയങ്കയെ കാണാം. മുത്തശ്ശി വന്നോളൂ. മോളെ, എന്താടി നിനക്ക് പറ്റിയത്? എന്തൊക്കെയാ ഡോക്ടർ പറഞ്ഞേ? ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും മോളെ? സൂര്യ, ഡോക്ടർ പറഞ്ഞ സത്യം തന്നെയായിരിക്കോ? അവരിങ്ങനെ ഉറപ്പിച്ച് പറയല്ലേ, പിന്നെ ഇപ്പൊ സംശയിക്കാൻ എന്താ? എന്നാലും ഇതെങ്ങനെ? തലയ്ക്ക് വെളിവില്ലാതെ ആ നാടോടികളുടെ കൂട്ടത്തിലായിരുന്നല്ലോ. അവിടെ വെച്ച് എന്തെങ്കിലും സംഭവിച്ചായിരിക്കും. എന്തൊക്കെയാടാ ഈ നടക്കുന്നേ? ഇപ്പൊ തന്നെ ജീവിക്കാൻ പറ്റാത്ത അത്രയും പ്രശ്നങ്ങളുണ്ട്. അതിന്റെ കൂടെ ഇതും കൂടി. അമ്മേ, ഇതൊന്നും നമ്മൾ ഉത്തരം പറയേണ്ട കാര്യങ്ങളല്ല, നമുക്ക് പറയാൻ പറ്റുന്നതുമല്ല. അവളുടെ മുത്തശ്ശി കൂടെ ഉണ്ടല്ലോ, അവരെ സഹായിക്കാൻ വക്കീലന്മാരും പോലീസും ഒരു വലിയ പട തന്നെയുണ്ട്. ഇനി എന്താ വേണ്ടെന്ന് വെച്ചാ അവര് തീരുമാനിക്കട്ടെ. അമ്മ വാ, നമുക്ക് വീട്ടിലേക്ക് പോവാം. ഡിസ്ചാർജിന്റെ കാര്യങ്ങള് ബില്ലൊക്കെ ഞാൻ സെറ്റിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രിയങ്ക കണിമംഗലത്ത് തിരിച്ചു വരണ്ട എന്നുള്ളത് നമ്മുടെ തീരുമാനമാണല്ലോ.
നമ്മൾ പോയി കഴിയുമ്പോൾ അവർ സ്വയം ഒരു തീരുമാനത്തിലെത്തിക്കോളും. ചെയ്യുന്നത് തെറ്റാണ്. പക്ഷേ ഈ പ്രശ്നം ഇവിടം കൊണ്ട് അവസാനിപ്പിക്കാൻ വേറൊരു മാർഗമില്ല. എന്തായാലും നീ വാ. വെറുതെ അങ്ങ് പോയതല്ല, അമ്മയും മോനും കൂടി രക്ഷപ്പെട്ടതാ. ഹലോ അമ്മ, ഇത് എവിടെയാ അമ്മേ? എത്ര നേരമായി ഞാൻ വിളിക്കുന്നു. എന്താ ഫോൺ കട്ട് ചെയ്ത് കളയുന്നു? അതെ, അത്യാവശ്യമായിട്ട് കുറച്ച് കാശ് സംഘടിപ്പിച്ച് വെക്കണം. അതെവിടുന്നാ കിട്ടുകയെന്ന് വെച്ചാ അതൊന്ന് ആലോചിച്ച് വെക്കണം. അമ്മയ്ക്കിപ്പോ എന്തിനാ കാശ്? കാശ് വേണം. എവിടുന്നാ അമ്മേ? ഈ ഓട്ടപ്പാച്ചലിനിടയിൽ എവിടുന്ന് സംഘടിപ്പിക്കാനാ? ഇപ്പൊ എന്തിനാ കാശെന്ന് പറ. ഡാ, കുടുംബത്ത് കുറച്ച് ചെലവ് വരാൻ പോവുക. അധികം വൈകാതെ ഒരു തൊട്ടില് കെട്ടേണ്ടി വരും. എനിക്ക് മനസ്സിലായില്ല. അമ്മ തെളിച്ചു പറ. അമ്മ ഇപ്പൊ ക്ഷേത്രത്തിലാണോ? അതെ, ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട.